കോമഡി മനസ്സിലായി ഇവരുടെ പ്രോസസ് എന്ന് പറഞ്ഞാൽ നമ്മളെ പോലത്തെ ചെറുപ്പക്കാർക്ക് അല്ലെങ്കിൽ എന്നെ ജോണി ചേട്ടനെ പോലത്തെ ആൾക്കാർക്ക് ഒരു മാലപ്പടക്കത്തിന് ഒരാൾ തിരികൊളുത്തിയിട്ടുണ്ടല്ലോ. സ്വാഭാവികമായിട്ടും സ്റ്റീഫന്റെ ഹൈദരലി അല്ലെ അച്ഛനെ സ്ഥാനത്ത് കാണുന്ന ഹൈദരലി എന്നെ വിളിച്ചു ചോദിക്കുന്നു. പടക്കം തിരികൊളുത്തി സ്വാഭാവികമായിട്ട് പടക്കം മാല. ശരി, ഞാൻ ഭയങ്കര If you're struggling with depression and not feeling the comfort and peace that you need, I invite you to meet missionaries like me from the Church of Jesus Christ of Latter-day Saints. We can help you lift your burdens to the gospel of Jesus Christ. കോമഡി മെയിൻ ആൾക്കാരെ ലാസ്റ്റ് വിളിക്കുക. അങ്ങനെയല്ലേ പതിവ്. സീരിയസ് ആയിട്ടൊന്നും സംസാരിക്കാൻ അറിയില്ല. എന്നാലും ഒരുപാട് സന്തോഷം. സുളുവിലൊരു ഹിറ്റ് കിട്ടി. അപ്പോ സാധാരണ ഇങ്ങനൊന്നും എന്റെ സിനിമകൾ സംഭവിക്കാത്തത് അത് അത്ഭുതമാണ്. തെരഞ്ഞു പോകും. അങ്ങനെ ഞാനും ഇതിനോട് ചാരിസും ലിസ്റ്റിനൊക്കെ 80s കിഡ്സാണ് പറഞ്ഞു വരുമ്പോ. ഐഡിയ അല്ലേ? എന്നാലും അടുത്തുണ്ട്. നമ്മളൊക്കെ ഓണക്കാലം അല്ലെങ്കിൽ വിഷുക്കാലം എന്നൊക്കെ പറയുന്നത് കാലത്തിന്റെ മമ്മൂക്കിനെ സിനിമകൾക്കപ്പുറം ഒരു വിഷുക്കാലത്തൊക്കെ പോയിട്ട് നോക്കുമ്പോ നമുക്ക് ഏറ്റവും കാണാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഞാൻ തിയേറ്ററിൽ എന്റെ ഓർമ്മയുള്ള സിനിമകൾ തിയേറ്ററിൽ പോയി കണ്ട് എന്റെ മനസ്സിലുള്ള സിനിമകൾ എന്ന് പറയുന്നത് വെങ്കടേശ്വരൻ, ഈശ്വരൻ, പിന്നെ ഇതൊക്കെയാണ് നമ്മുടെ ചെറുപ്പകാലത്തുള്ള തിയേറ്റർ ഓർമ്മയുള്ള സിനിമകൾ. സ്വാഭാവികമായിട്ടും ദിലീപേട്ടന്റെ സിനിമ കാണാനും അല്ലെങ്കിൽ ആൾക്കാർ നമ്മളൊക്കെ ചെറുപ്പം മുതലേ എന്താ പറയുന്നത് അദ്ദേഹത്തിന്റെ സിനിമകൾ നമ്മുടെ കിട്ടുന്ന ഒരു സ്ഥിതി ചെറുപ്പം മുതൽ നമ്മൾ കാണുന്നതാണ്. നമ്മള് ഹ്യൂജ് ഫാൻ ബോയ് ആണ്. അദ്ദേഹത്തിന്റെ 150ാമത്തെ സിനിമയിൽ നമ്മളും ഭാഗമാവുക അല്ലെങ്കിൽ അതൊരു യോഗം പോലെ അല്ലെങ്കിൽ അതൊരു ഭാഗ്യമായി എനിക്ക് തോന്നുന്നു. കാരണം ബിന്ദു അല്ലെങ്കിൽ നമ്മളെല്ലാവരും അദ്ദേഹത്തിന്റെ ഫാൻസാണ്. അപ്പൊ ഈ 150ാമത്തെ സിനിമയിൽ എത്തുന്ന സമയത്ത് ഞാനിതിന്റെ തുടക്കത്തിൽ ഞാൻ 10 ദിവസം ഉണ്ടായിരുന്നുള്ളൂ. 10 ദിവസത്തിനിടയിൽ എനിക്ക് അതിനടുത്ത് പോകാൻ അടുത്ത് വേറെ സിനിമകളുള്ളതുകൊണ്ട് എനിക്ക് പോകണം. അപ്പോ ഞാൻ ബിന്ദുവിനോട് പറഞ്ഞു ഞാൻ കുറച്ച് ദിവസം ഇത്രയൊക്കെ ഉള്ളതെന്ന് പറഞ്ഞു. അങ്ങനെ പാതി വഴി എന്നെ കാനഡയ്ക്ക് പറഞ്ഞയച്ചു. ഇത്രയും ദിവസത്തിന് ഉള്ളതുകൊണ്ട്
ഞാൻ ഈ പോകേണ്ട തിരക്കിലാണ്. വന്നു കഴിഞ്ഞാൽ അങ്ങ് പോകണം. അപ്പൊ ഞാൻ കാണുന്നത് വെച്ചാൽ ദിലീപേട്ടൻ ഓരോ ദിവസം വന്നു കഴിയുമ്പോൾ ഓരോ സീനിലും എന്തെങ്കിലും കോമഡി ഉൾപ്പെടുത്താൻ വേണ്ടി അല്ലെങ്കിൽ എന്നോട് വന്നിട്ട് ചോദിക്കും ദിലീപേട്ടൻ ഇതിന്റെ ഒടുക്കത്തിൽ എന്താ പറയുന്നത്, ചിരിക്കാൻ വേണ്ടി എന്നോട് എപ്പോഴും ഞാൻ എന്റെ അവസ്ഥ അക്കരയിൽ അച്ഛനൊരു ഒന്നുമില്ലാതിന്റെ ഒപ്പം കഴിക്കുന്ന അഗോപരാത്രം ആ സീനിൽ ഇങ്ങനെ ആലോചിച്ച് ഓടി വന്ന് കേൾന്ന് നോക്കി അടുത്ത് നോക്കി അവിടെ എന്താ പറയാൻ പറ്റില്ല എന്നെ കണ്ടില്ല അങ്ങനെ മാറിപ്പോകുന്നതും ഞാൻ കണ്ടു. ഞാൻ ആലോചിക്കുക എന്താണ് കാര്യം ചെയ്തു വെച്ചിട്ടുണ്ട്, വീഡിയോ സ്ക്രിപ്റ്റ് ചെയ്യുന്നുണ്ട്, അതിനാണെങ്കിൽ ഒരാളില്ല നടന്നിട്ടാണെങ്കിൽ ആലോചിച്ച് ടെൻഷൻ അടിക്കുക. ഞാനൊന്നും പറയുന്നു അപ്പൊ ഞാൻ ഒരു പ്രോസസ് തന്നെയാണ്, ഒരു വർക്കിംഗ് തന്നെയാണ് ഞാൻ. അപ്പൊ അതൊരു അത്ഭുതമായിരുന്നു. കാരണം നമ്മളൊക്കെ പോകുമ്പോൾ ഞാൻ ജോലിക്ക് പോകുമ്പോൾ സാധാരണ എന്റെ അച്ഛന്റെ പേര് സിദ്ദിഖ ദിലീപേട്ടൻ. ഞാൻ പറയുന്നത് ചർച്ച ഇത് പഴയ കോമഡി. അപ്പൊ ഞാനിക്കാണെങ്കിൽ ഇവരുടെ കോമഡി മനസ്സിലാക്കി ഇവർ രണ്ടുപേരും മാറി മാറി ചിരിക്കുന്നുണ്ട്. ഇവർ രണ്ടുപേരും ചിരിച്ചു വേണ്ടോ കോമഡി കൃത്യമായി ഞാൻ കാണുന്ന ഇവർ രണ്ടുപേരും നിർത്തി. രണ്ടു ദിവസം മനസ്സിലായി മാറിപ്പോ ഭയങ്കര ചർച്ചയാണ് വരുന്നു. അത് വേണ്ടായിരുന്നു അതൊരു മാറിക്കുന്നു. അപ്പൊ അഗോപരാത്രം ഇവരുടെ ചർച്ചകൾക്കിടയിലും ഇവരുടെ അഗോപരാത്രം ഇവരുടെ പ്ലാനുകൾ ഇവരുടെ അജണ്ടയാണ് അവിടെ. ഇവരുടെ പ്രോസസ് നമ്മുടെ ചെറുപ്പക്കാർക്ക് അല്ലെങ്കിൽ അപ്പൊ ഈ പ്രോസസ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് കണ്ടു പഠിക്കേണ്ട ഒരു സാധനമായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം ഇതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ചാൽ എത്ര ഈ പുതിയ ജനറേഷൻ എത്ര എഴുതി വെച്ചാൽ പറഞ്ഞിട്ട് പോകാതിനപ്പുറം അതിനെക്കുറിച്ച് ആലോചിച്ച് അടുത്ത് എന്ത് പറയുന്നുണ്ടെങ്കിൽ ഒരു പഞ്ചിൽ അവസാനിപ്പിക്കണം, ഒരു ശില വേണം. ഒന്ന് നിരന്തരമായി ഇതിനെക്കുറിച്ച് ആലോചിച്ച് വർക്ക് ചെയ്യുന്നത് കമന്റുകളിനപ്പുറം എനിക്ക് അത്ഭുതമായിരുന്നു ആ പ്രോസസ്സുകൾക്കിടയിൽ. അടുത്തതായി പറയുന്നത് ഈ സിനിമ സംഭവിക്കാൻ കാരണമായിട്ടുള്ള
പ്രധാനി ഈ സിനിമയുടെ നിർമ്മാതാവ്. ഞാൻ മലയാള സിനിമയിൽ അളിയ എന്ന് വിളിക്കുന്ന ചുരുക്കം ചില ആൾക്കാരിലാണ് എന്റെ അളിയൻ. മലയാള സിനിമയിൽ അളിയ എന്ന് വിളിക്കുന്ന ചുരുക്കം ചില ആൾക്കാരിലാണ് എന്റെ അളിയൻ ക്രിസ്ത്യൻ സ്റ്റീഫൻ. ഈ പടത്തിന്റെ പ്രമോഷന് കണ്ടോ അല്ലെങ്കിൽ ഈ പടത്തിന്റെ പ്രമോഷൻ എന്ന പരിപാടിയൊന്നുമില്ല. അപ്പം ദിലീപേട്ടൻ പറയുന്ന പ്രമോഷൻ ഒന്നും വേണ്ട, എന്തെങ്കിലും കൊടുക്കണ്ട, സിനിമ നേരെ തിയേറ്ററിൽ കാണാമായിരുന്നൊക്കെ അങ്ങനെയാണോ പറയുന്നത്? അതും വേണ്ട. അങ്ങനെ പക്ഷെ നിങ്ങൾ ലിസ്റ്റ് ചെയ്യുന്ന ബുദ്ധിരാജാണ് തിരിച്ചറിയും. അതാണ് പറയാനുള്ളത്. കാരണം പ്രമോഷൻ ഇല്ലാതെ അന്നത്തെ കാലത്ത് എങ്ങനെ ഒരു സിനിമ ആൾക്കാരിലേക്ക് ആവശ്യമില്ലെങ്കിൽ പോലും എല്ലാ സിനിമകളും ഇവിടെ ചെല്ലുന്നത് പ്രവാസവും നാരിയൊക്കെയുള്ള പടം പ്രമോട്ട് ചെയ്യുകയാണ്. അപ്പൊ ആൾക്കാരിലേക്ക് എത്താൻ ഈ സിനിമ പ്രമോട്ട് ചെയ്യാൻ ഇവിടെ പ്രീ റിലീസ് അല്ലെങ്കിൽ ഇന്റർവ്യൂസ് വേണ്ടെന്ന് പറഞ്ഞപ്പോ ലിസ്റ്റ് എന്ന് പറയുന്നത് ഗുജറാത്തിൽ തീരുമാനിച്ചു. ഇതൊന്ന് മാർക്കറ്റിംഗ് ഇത് എങ്ങനെയാണ് ഇതിന്റെ റീച്ച് വെച്ചു മാർക്കറ്റിംഗ് സിംഹം അങ്ങനെ ഒരു വള്ളത്തിൽ അങ്ങനെ ഇതുപോലൊരു രീതിയിൽ അല്ലെങ്കിൽ ഇതുപോലെ അത് ഇതിന് മുന്നേ ഉള്ളൊരു മീറ്റില് മീറ്റില് ലോഞ്ചില് അദ്ദേഹം ഒരു കമന്റ് ഒരു മാനപ്പടക്കത്തിൽ ഒരാൾ തിരുവനന്തപുരത്തുണ്ടെന്ന്. സ്വാഭാവികമായിട്ടും സ്റ്റീഫന്റെ ഹൈദരലി ഹൈദരലി എന്ന് വിളിച്ചു മാനപ്പടക്കം തിരികൊളുത്തി. സ്വാഭാവികമായിട്ട് പടക്കം ഞാൻ പേടിച്ചു. ഒരിക്കലും അങ്ങനെ ഞാൻ പറയില്ല. അല്ലല്ല ഇതറിയില്ല. ഞാൻ തുടങ്ങി കഴിഞ്ഞു അത് തുടങ്ങാത്ത ലാപ്ടോപ്പ് അതിന് ഡിസ്പ്ലേ ആയിട്ടില്ല. ഞാൻ സ്റ്റോറി ചെയ്ത് തുടങ്ങി ഞാൻ എന്റെ പേരും വെച്ചിട്ട് അങ്ങനെ പിറ്റേ ദിവസം ഈ സംഭവം ഞാൻ ആദ്യം രാവിലെ തന്നെ വിളിച്ചു. അങ്ങനെ എന്താ ഈ സംഭവം എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും അങ്ങനെ സംസാരിച്ചു. അപ്പൊ എനിക്ക് പറയാനുള്ളത് ആ പ്രഭു നടൻ മാറാതെ ഞാനാണ്. ഞങ്ങളുടെ പ്രശ്നങ്ങൾ ഞങ്ങൾ സംസാരിച്ച് തീർത്തിട്ടുണ്ട്. ഓക്കെ, എനിക്ക് പ്രശ്നമില്ലല്ലോ. വേറെ ആരുമില്ല. അത് അദ്ദേഹത്തിന്റെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയുടെ ആൾക്കാരിലേക്ക് എത്തിക്കാനുള്ള പ്രൊഡ്യൂസ് കടമയാണല്ലോ. അദ്ദേഹം ആ കടമ നിർവഹിച്ചു. അത് കൃത്യമായി എവിടെയോ എത്തി അതിന്റെ ഒരു. അപ്പം നിങ്ങൾ ഒരുപാട് ഉയരത്തിൽ കാണുന്നു. നിങ്ങൾ പറയുന്ന ഓരോ വാക്കും ഹൈദരാബാദ് ഉൾപ്പെടെ പലരും പങ്കിടുന്നുണ്ടെന്ന്. അപ്പൊ പറഞ്ഞത് ഈ സിനിമ ഹാരിസ് പറഞ്ഞ സാധനം ഞാൻ ഇതിനകത്ത് കേട്ടായിരുന്നു വെച്ചാൽ ലിസ്റ്റിലില്ലെങ്കിൽ ഈ സിനിമയില്ല. കാരണം മാജിക് ഫൈറ്റ്സ് ഞാൻ ഇതൊരു 19 വർഷം പരിചയമാണ്. ആദ്യമായിട്ട് 2015 ഗ്രാഫിക്സ് എന്ന് പറഞ്ഞ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞാണ് നമ്മൾ അതിന് ലിസ്റ്റിനെ അറിയുന്നത്. ഞാൻ ഫസ്റ്റിന്റെ സിനിമയാണ് ഗ്രാഫിക്സ്. അപ്പൊ ആരാണ് പേര് കാണുന്ന പദ്ധതി പേരെഴുതുക. അപ്പൊ ആദ്യമായിട്ട് ഞാൻ വാക്ക് പേര് എടുക്കുമ്പോൾ ലിസ്റ്റിൻ സ്റ്റീഫ് എന്നുള്ള അച്ഛനെ പറയുന്നതാണ്. മലയാള സിനിമയിൽ ഇത്രയും വർഷം 15 വർഷത്തോളം ഇങ്ങനൊരു ബാനർ ദശമണം പുതിയ പുതിയ സംവിധായകർക്ക് അവസരം കൊടുക്കുന്നു. പുതിയ എന്താ പറയുന്നത് തിയേറ്ററുകൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഏറ്റവും കൂടുതൽ സക്സസ് ചെയ്തിട്ടുള്ള ഒരു ബാനർ. അപ്പൊ എനിക്ക് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ പുതിയ തലമുറയിലുള്ള ചെറുപ്പക്കാർക്കും ബില്ലുവിനെ പോലെയും അവരുടെ സ്വപ്നങ്ങളുടെ കൂടെ നിന്ന്
ഒരു പ്രൊഡ്യൂസറാണ്. കാരണം ഷാരിസ് പറഞ്ഞ കാര്യമാണ്, കാരണം ലിസ്റ്റ് ഇല്ലെങ്കിൽ ഈ സിനിമയില്ല. ലിസ്റ്റ് ചെയ്യുന്ന വലിയൊരു പേടിയാവും എന്ന് എനിക്ക് തോന്നുന്നു. പറയുന്നതൊക്കെ പറഞ്ഞു ഒക്കെ ആയിരുന്നു. അവസാനമായി പറയേണ്ടത് ബിന്ദുവിനെ കുറിച്ചും ഷാരിസിനെ കുറിച്ചും. കാരണം ഈ കഥ എനിക്ക് തോന്നുന്നു ദിലീപേട്ടനെ പറയുന്നതിന് മുന്നേ എന്നോട് പറഞ്ഞതാണ്. മനസ്സിലായിട്ടില്ല, അതൊന്നും ചിന്തിച്ചായിരുന്നു. അപ്പൊ അന്ന് ആരാണ് പ്രിൻസ് എന്നുള്ള ചർച്ചകൾക്കിടയിൽ ദിലീപേട്ടൻ വരുന്നുള്ളത് നമ്മുടെ സ്വപ്നത്തിൽ പോലും അന്ന് ചിന്തിക്കില്ല. കാരണം ദിലീപേട്ടൻ ഈ സിനിമയിൽ വരുമോ അല്ലെങ്കിൽ അവിടെ എത്തുമോ അതിനൊക്കെ സാധിച്ചത് ഇതുമില്ല. അപ്പൊ ബിന്ദുവിടെ ഏറ്റവും വലിയ സ്വപ്നം, കാരണം ബിന്ദു ജനഗണമന ശാരിച്ചായിരുന്നു, ജനഗണമന ക്വീനില് ഈ ബിന്ദു ഉണ്ടായിരുന്നു, നെയ്മർ. അപ്പൊ ബിന്ദുവിന്റെ ജീവിതമാണ് ഈ സിനിമയിലെ പകുതി. ബിന്ദു പറഞ്ഞ കഥ പറഞ്ഞപ്പോ എനിക്ക് എന്നോട് പറഞ്ഞു, ദിലീപേട്ടൻ പറഞ്ഞു, അഥവാ മൂത്ത സഹോദരൻ. Back to school season is officially here and I'm getting everything ready for the new semester. If you're doing the same, you can shop your list for less at Kennedy Tire. This is everything I need to survive this fall semester. Every day starts the same way with a coffee from my compact Keurig. It's the perfect size for any small dorm or apartment without taking too much space. Once my bag is packed, I make sure my Apple AirTag is inside. Between rushing from one class to the next and spending hours on campus is one less thing I have to worry about. After a full day of lectures and answering messages, my phone usually needs a little boost. That's why I never leave home without my slim portable power bank. Back at home, my utility card keeps my school essentials organized and easy to grab whenever I need them. Everything is now ready for the semester. കഥ പറഞ്ഞപ്പോ എനിക്ക് എന്നോട് പറഞ്ഞു, ദിലീപേട്ടൻ പറഞ്ഞു, അഥവാ മൂത്ത സഹോദരൻ ബാക്കി അനിയന്മാരെ കല്യാണം കഴിച്ചു പോയി. അപ്പൊ ഞാൻ ബിന്ദു കല്യാണം കഴിച്ചു പറഞ്ഞു. ഞാൻ ബിന്ദു പറഞ്ഞു, നീ കല്യാണം ഇപ്പൊ കഴിച്ചോ? ഞാൻ ഇപ്പൊ പെട്ടെന്ന് ഒരു കല്യാണം, സിനിമ നടക്കുന്നതിനിടയിൽ ഒരു കല്യാണം. അപ്പൊ പറഞ്ഞു, സിനിമയല്ലേ, എപ്പോഴാണ് അതൊന്നും നടക്കുമെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ധൈര്യമായി ഇനി വീട്ടിൽ പെൺവീട്ടിൽ ഉപയോഗിക്കാം, താമസിക്കാം. വലിയ വിജയം, ഈ ഒരു വിജയം എല്ലാവരോടൊപ്പം ഒരുപാട് ഒരുപാട് സന്തോഷം. അവസാനം ഒടുക്കം പറയാനുള്ളത് ദിലീപേട്ടൻ തുടരും, ലിസ്റ്റിൻ സ്റ്റീഫനും തുടരും. പലരും ആഗ്രഹിക്കുന്നുണ്ട് കാര്യം, എന്നെ സർവീസ് ആഗ്രഹിച്ചു, ഉണ്ണിയുടെ ആഗ്രഹിച്ചു. അപ്പോ എനിക്ക് പറയാനുള്ളത്, ഒരുപാട് പഴയ ഒരുപാട് ആഗ്രഹിച്ചു നിങ്ങൾ സംവിധായകനായി കാണാമെന്ന്. ഞാൻ ഇന്ന് ആഗ്രഹിക്കുകയാണ്, വീണ്ടും നിങ്ങൾ അദ്ദേഹം അവസാനിപ്പിച്ച് തിരിച്ച് സംവിധാനത്തിലേക്ക് വേണം. ഉണ്ടാവും, ഉണ്ടാവും. ഇതാണ് ഇവിടെ അനൗൺസ് ചെയ്യപ്പെടാണ് കഴിഞ്ഞു. ഒരുപാട് സന്തോഷം. താങ്ക് യു. താങ്ക് യു സോ മച്ച്. താങ്ക് യു. എന്തായാലും എല്ലാവർക്കും ഇത് കൃത്യമായിട്ട് ഹാപ്പി